പൊട്ടറ്റോ ചിപ്സോ ഫ്രൈസോ അല്ലെങ്കിൽ നഗറ്റ്സ്, ചിക്കൻ നഗറ്റ്സ് അതേപോലെയുള്ള മിക്കവാറും എല്ലാ സ്നാക്കിൻ്റെ കൂടെയും നമുക്കൊരു ഡിപ്പായിട്ട് കഴിക്കാനായിട്ട് ഒരു ചീസ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ബട്ടർ ഉരുക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകളൊക്കെ ചേർക്കേണ്ടതായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ബട്ടർ എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഗാർലിക് ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം തീരെ കുറച്ച് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചച്ചോവ് മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കളറും എരിവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, കശ്മീരി ചില്ലി പൗഡർ ഇട്ട് അതും ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇനി 1/4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി, അതായത് ഉണക്കമുളക് ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരല്പം കുരുമുളക് പൊടി എരിവിന് വേണ്ടിയിട്ടും മണത്തിന് വേണ്ടിയിട്ടും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെയൊക്കെ പച്ചച്ചൊവ്വ മാറിക്കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈയെടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കട്ട പിടിച്ച് പോവാത്ത രീതിയിൽ വേണം മൈദ ഇളക്കാനായിട്ട്. ആ ബട്ടറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന പോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. കട്ട പിടിക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കണം. 1/2 ഗ്ലാസ് പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലൊഴിക്കുന്ന കൂട്ടത്തിലും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. മൈദയും ആ പൊടികളും ഒക്കെ ഒന്ന് കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി തന്നെ ഇരിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മുടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ചീസിനകത്ത് എന്തായാലും ഉപ്പുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്കൊരു അല്പം മാത്രം മതി. 1 പിഞ്ചോ അല്ലെങ്കിൽ 1-2 പിഞ്ച് മാത്രം മതി ഉപ്പ് ചേർക്കാനായിട്ട്. കൂടുതലായി പോയാൽ കൊള്ളത്തില്ല. ഇതുമിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ എടുക്കാണ്ട് ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ, ക്രീമി പരുവാകുന്നത് വരെ നമുക്ക് കൈ എടുക്കാണ്ട് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വന്ന് ആ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് ഒരു ചീസിൻ്റെ സ്ലൈസ് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടിയുള്ളൊരു കോമ്പിനേഷൻ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തരും. ഞാൻ ഒരു ചീസിൻ്റെ സ്ലൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് മെൽറ്റായി നമ്മുടെ ബാക്കി ഇതിലേക്ക് പിടിച്ച് നമ്മുടെ കുറുകി വന്ന ആ ഒരു മൈദായും ഒക്കെ കുറുകി വന്നില്ലേ, അതുമൊക്കെ ആയിട്ടൊന്ന് ചേർന്ന് മെൽറ്റ് ആവാനായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിമാണ്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിപ്പോകും. ടേസ്റ്റിന് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ കൈയെടുക്കാണ്ട് ഇങ്ങനെ ചെറു തീയിലിട്ട് വേണം ഇങ്ങനെ ഇളക്കി ക്രീമി ആക്കി എടുക്കാനായിട്ട്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒറിഗാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അത് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഒറിഗാനോ ഉണ്ടെങ്കിൽ ഇട്ടാൽ ആ ഒരു ഫ്ലേവറും കൂടി കിട്ടും. അതും ഒരു നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമ്മുടെ ചീസ് സോസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. സാൻഡ്വിച്ചിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഒരുപാട് ഡിപ്പായിട്ട് ഒരുപാട് സാധനത്തിൻ്റെ കൂടെ ഒരുപാട് സ്നാക്സിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഡിപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണം. നമുക്കിനി അടുത്ത ഒരു അടിപൊളി വീഡിയോ കാണാം. അതുവരേക്കും ബായ്.